നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത് പ്രധാനമായും രണ്ട് കേസുകളാണ്. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും സ്വർണം കവർന്ന കേസും കട്ടിളപ്പാളികളിൽ നിന്നും സ്വർണം കവർന്ന കേസും. ഓരോരോ ഭാഗങ്ങളായി സ്വർണം പൂശാനാണെന്ന് പറഞ്ഞ് ഇളക്കി മാറ്റി അതിലെ സ്വർണം അടിച്ചു മാറ്റി പകരം ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് വയ്ക്കുക എന്നതായിരുന്നു മോഷണ സംഘത്തിൻ്റെ പദ്ധതി. അതിനുവേണ്ടിയാണ് മോഷണ സംഘം ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതും അതിൻ്റെ സ്പോൺസർമാരായി രംഗത്തു വന്നതും. അവരുടെ അന്തിമ ലക്ഷ്യം മേൽക്കൂരയായിരുന്നു. വെയിലും മഴയും ഏൽക്കുന്നതുകൊണ്ട് നിറം മങ്ങാതിരിക്കാൻ മേൽക്കൂരയിൽ കൂടുതൽ സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട്. കൊള്ളസംഘത്തിന് പക്ഷേ അവരുടെ മിഷൻ പൂർത്തീകരിക്കാനായില്ല. അതിനു മുമ്പ് കുറ്റവാളികളെ ഹൈക്കോടതി കുടുക്കി. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുകയുമാണ്. പക്ഷേ ഇതിനെല്ലാം പുറമെ ശബരിമലയിലെ കൊടിമരവുമായും ബന്ധപ്പെട്ടും സമാനമായ രീതിയിൽ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇത് പുതിയ കൊടിമരം നിർമ്മിച്ചതിൽ നടന്ന അഴിമതിയുമായി ബന്ധപ്പെട്ടാണ്. പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന സ്വർണം എത്രയാണ്, അതിൽ എത്ര പുതിയ കൊടിമരത്തിന് ഉപയോഗിച്ചു, പുതിയ കൊടിമരത്തിന് എത്ര സ്വർണം പുതുതായി വാങ്ങി, ഇതിനൊന്നും യാതൊരു വ്യക്തമായ ഉത്തരവുമില്ല. പഴയ കൊടിമരത്തിൻ്റെ പറകൾ, അഷ്ടദിക്പാലക വിഗ്രഹങ്ങൾ എന്നിവ എന്തു ചെയ്തു, വാജിവാഹനം എവിടെ എന്നീ ഗൗരവമേറിയ ചോദ്യങ്ങൾ ബാക്കി. ശ്രീകോവിലിലെ സ്വർണ്ണമോഷണത്തേക്കാൾ വ്യാപ്തി ഒരുപക്ഷെ കൊടിമര അഴിമതിക്ക് പിന്നിലുണ്ടാകാം എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. കൊടിമര സ്വർണ്ണക്കൊള്ള പുതിയ കേസായി രജിസ്റ്റർ ചെയ്താൽ മുഖം നഷ്ടപ്പെടുക ഇടതുമുന്നണിക്കല്ല, മറിച്ച് UDFനും കോൺഗ്രസിനുമാകും. ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിക്കുമ്പോഴാണ് ശബരിമലയിൽ പുതിയ കൊടിമരം നിർമ്മിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നത്. കൊടിമരം നിർമ്മാണം പൂർത്തിയായത് 2017 അപ്പോൾ ദേവസ്വം ഭരിക്കുന്നത് UDF നോമിനികളായ പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലുമായിരുന്നു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വർണം പൂശിയ കൊടിമരമാണ് മാറ്റി പുതിയത് പണിതത്. 2014-2016 കാലഘട്ടത്തിലാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തി തീരുമാനങ്ങളിലേക്ക് പോയത്. കൊടിമര നിർമ്മാണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് നിർവഹിച്ചത് എന്നാണ് പറയുന്നത്. പ്രത്യേക സ്പോൺസർമാരില്ല എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ വാദം. എന്നാൽ ഈ നിർമ്മാണത്തിന് അജ്ഞാതനായ ഒരു സ്പോൺസർ ഉണ്ടായിരുന്നുവെന്നും 3 കോടി രൂപ കൊടിമര നിർമ്മാണത്തിനായി അദ്ദേഹം നൽകിയെന്നും ആരോപണമുണ്ട്. എന്നാൽ പുതിയ കൊടിമരം സ്വർണം പൂശാൻ 3 കോടി രൂപയുടെ ആവശ്യം അന്നില്ലായിരുന്നു. ബാക്കി തുക വകമാറ്റിയത് എവിടേക്കാണ്? പഴയ കൊടിമരത്തിൻ്റെ സ്വർണം പൂശിയ ഭാഗങ്ങൾ എവിടെ? അഷ്ടദിക്പാലകന്മാരുടെ പഞ്ചലോക വിഗ്രഹങ്ങൾ എവിടെ? മുകളിലുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന വാജിവാഹന വിഗ്രഹം എവിടെ? ഉത്തരം പറയേണ്ടത് ഇനി കോൺഗ്രസ് ആണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് ഈ വിഷയം കൈകാര്യം ചെയ്യുക അത്ര എളുപ്പമാകില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം നന്നായി ഉപയോഗിച്ചാണ് UDF തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അന്ന് പാടിയ പാരഡി ഗാനം ഇന്ന് കോൺഗ്രസിനെ തിരിഞ്ഞുകൊത്തുകയാണ്. 500 കോടിയിലേറെ രൂപ വിലമതിക്കുന്ന വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതും കോൺഗ്രസുകാരായ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ. ഇത്തരം വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ ഇടതും വലതും ഭംഗിയായി അയ്യപ്പൻ്റെ പൊന്നമ്പലം കൊള്ളയടിച്ചു എന്ന നിഗമനത്തിലേക്കാകും ജനങ്ങളും മാറുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.